പ്രായമല്ല, നമ്മളുടെ ഉള്ളിലെ പേടിയാണ്. എനിക്ക് ഐഡിയ ഉണ്ട്, പക്ഷേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ സ്റ്റാർട്ട് ചെയ്യണം, അവിടെ നേരെ ചൊവ്വേ ഇരിക്കാനൊരു സെറ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് ആരോടും പറയാതിരിക്കുന്നത് നല്ലത്. വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാവരും ചിരിക്കാനാണ് തുടങ്ങിയത്. പിന്നെ ഹായ്, ഞാൻ ദീപ. എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു. അതിലിങ്ങനെയാണ് കൊടുത്തിരുന്നത്: എനിക്ക് അത്യാവശ്യം നല്ല പഠിപ്പുണ്ട്, പക്ഷേ ഇപ്പോൾ വയസ്സ് 30-35. അപ്പോൾ ഇനി ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുന്നത് സാധ്യമാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനൊരു ഉത്തരം കണ്ടെത്താനുള്ളൊരു ശ്രമമാണ് ഇന്നത്തെ വീഡിയോ. പഠിച്ചിറങ്ങിയ ഒരാൾക്ക് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ജോലി കിട്ടുക എന്ന് കരുതുക. അപ്പോൾ അയാളുടെ ഒരു 22 അല്ലെങ്കിൽ 23-ാമത്തെ വയസ്സിലായിരിക്കും ജോലി കിട്ടുന്നത്. ഇനി അയാൾ ബ്രേക്ക് എടുത്തും അല്ലാണ്ടേയും ഒക്കെ ആ ജോലി ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതുക. എത്ര നാൾ അയാൾക്ക് ജോലിക്ക് പോകാം? മാക്സിമം പോയിട്ട് ഒരു 65, അല്ലെ പോട്ടെ ഒരു 60 വയസ്സ് വരെ അയാൾക്ക് ജോലിക്ക് പോകാമെന്ന് കരുതുക. അങ്ങനെ ആകുമ്പോൾ അയാളുടെ ഒരു വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത് ഒരു 40 വർഷമാണ്, അല്ലേ? അപ്പോൾ 30-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 35-ാമത്തെ വയസ്സിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് കരുതുന്ന വ്യക്തിക്ക് മുന്നോട്ട് കിടക്കുന്ന ഏതാണ്ട് 30ഓളം വർഷമാണ്. അപ്പോൾ അതിൽ തന്നെ ഈ 30 വർഷവും കണ്ടിന്യൂസ് ഒരു ബിസിനസ് തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ജോലിയിൽ നമുക്ക് ക്ലച്ച് പിടിച്ചില്ല എന്ന് വിചാരിക്കുക. നമ്മൾ ചെയ്തു തുടങ്ങിയത് നമുക്ക് ശരിയായില്ല എങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ട്രൈ ചെയ്യാനുള്ള സമയം അതിനകത്ത് കിടപ്പുണ്ട്. ജീവിതകാലം മൊത്തം നമ്മൾ ഒരേ ബിസിനസ് അല്ലെങ്കിൽ ഒരേ ജോലി തന്നെ ചെയ്യണം എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസ് ട്രൈ ചെയ്യാനും സമയമുണ്ട്, ബിസിനസ് തുടങ്ങാനും ഇനിയും ഇഷ്ടം പോലെ സമയമുണ്ട് എന്നുള്ളതാണ് അതിനകത്തെ വാസ്തവം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക, പ്രായമല്ല, നമ്മളുടെ ഉള്ളിലെ പേടിയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങാനായിട്ട് നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ആ പേടിയെ നമ്മൾ ഓവർകം ചെയ്യാനുള്ള ആക്ഷൻസ് എടുക്കുകയാണ് വേണ്ടത്. ഇനി എന്തൊക്കെ തരം പേടികളാണ് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഐഡിയ ഉണ്ട്, പക്ഷേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല എന്ന് പറയുന്നതാണ് ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം. അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ കോൾസ് വരാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട്, അതായത് എനിക്കൊരു ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അപ്പം A to Z കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഫോൺ വിളിക്കുന്നത്. അപ്പം ഞാൻ പറയും, നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാമെന്ന് പറയും. ഇല്ല, എനിക്ക് ഒരു ഓൺലൈൻ ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പക്ഷേ എനിക്ക് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നിടം തൊട്ട് എനിക്കൊന്നും അറിയത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് സ്പൂൺ ഫീഡിങ് ആണ്. ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കേസിലും എനിക്കൊരു ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നിയ സമയത്ത് എന്താണ്, എൻ്റെ ഫാമിലിയിൽ ആരും തന്നെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരില്ല. അച്ചാച്ചി ഉണ്ട്, കോൺട്രാക്ടർ ഫീൽഡാണെങ്കിൽ പോലും അതൊരു ടെൻഡർ വിളിച്ച് അത് വർക്ക് എടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാതെ തന്നെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്ത് തന്നെ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയല്ലത്. അപ്പോൾ എൻ്റെ മുന്നിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാങ്ക് ആയിരുന്നു കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഒരു റോൾ മോഡൽ എന്ന് പറയാനാണെങ്കിൽ എനിക്ക് റോസറ്റെ ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഫേസ്ബുക്ക് വഴി ബിസിനസ് നടത്തുന്ന ഒരു ഒരു ബൊട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയാണ് ഞാൻ നോക്കി പഠിച്ചത്. അപ്പോൾ എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് നമ്മളുടെ മേഖലയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ ആൾക്കാർ കാണും, ഒരു റോൾ മോഡൽ എന്നൊക്കെ പറയാനുള്ള ആൾക്കാർ കാണും. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവർ ചെയ്തിരുന്നത്, അവരുടെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അതിൽ വേണ്ടിയിട്ട് വർക്ക് ചെയ്തത് എന്നൊക്കെ ഉള്ളത് അവരുടെ തന്നെ പല പല ഇൻ്റർവ്യൂസിലും മറ്റുമൊക്കെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കാര്യമായിട്ട് ഒബ്സർവ് ചെയ്യുക, അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മൾ നമ്മളുടേതായ ഒരു വഴി തുറന്നെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഞാൻ റോസറ്റെ ക്രിയേഷൻസ് പറയുന്ന ആ ബൊട്ടിക്കിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തു എന്ന് തന്നെ പറയാം. അവരെ ഫോളോ ചെയ്തു. അവർക്കൊരു ഫേസ്ബുക്ക് പേജ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരെ എനിക്ക് പേഴ്സണലി അറിയത്തില്ല, അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഞാൻ ചെയ്തത് അവരുടെ ആദ്യത്തെ പോസ്റ്റ് തൊട്ടുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവരെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവരുടെ സ്ട്രാറ്റജി എന്തായിരുന്നു, അവർ ജസ്റ്റ്
ഒന്ന് രണ്ട് ഡ്രസ്സ് തയ്ച്ചിടുകയാണ് ചെയ്തത്. പിന്നീട് അവർ പതുക്കനെ അതിൽ ഓരോന്ന് അഡീഷൻസ് കൊണ്ടുവരാൻ തുടങ്ങി, ഡിസൈൻസിൽ അഡീഷൻസ് കൊണ്ടുവരാൻ തുടങ്ങി. പിന്നീട് അവർ റിസ്ട്രിക്ഷൻസ് വയ്ക്കാൻ തുടങ്ങി. അതായത് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കത്തുള്ളെന്നായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബർത്ത്ഡേ ഫ്രോക്സ് എല്ലാം ഒഴിവാക്കിയിട്ട് അവർ ബാപ്റ്റിസം ഡ്രസ്സ് മാത്രമാക്കി. അങ്ങനെ കുറേ സ്ട്രാറ്റജീസ് അവർ ഫോളോ ചെയ്തു. ഇതൊന്നും ഇവർ പറഞ്ഞു തന്നതല്ല. ഇവരുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ അല്ലെങ്കിൽ ഇവരുടെ ഈ ഇത് നോക്കുന്നതിലൂടെയും പിന്നെ ഇവർക്ക് കസ്റ്റമേഴ്സ് കൊടുക്കുന്ന ക്വറീസിന് ഇവർ റിപ്ലൈ ചെയ്യുന്നതും ഒക്കെ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം മെനക്കെടണം. അങ്ങനെ മെനക്കെട്ട് ആദ്യം തൊട്ട് അവരേതാണ്ട് ഒരു 2-3 വർഷം മുന്നേ തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് തൊട്ടുള്ള പോസ്റ്റുകൾ 2-3 ദിവസം ഇരുന്ന് നോക്കി ആ ഡേറ്റൊക്കെ എഴുതി വെച്ച് അവർ ഓരോ സ്ട്രാറ്റജി ഫോളോ ചെയ്തതും എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നതും എങ്ങനെയാണ് അവർ ഇതെടുക്കുന്നതെന്നൊക്കെ ഉള്ളത് ഈ ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് തന്നെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മെനക്കെടണം. ആരെങ്കിലും നമ്മുടെ വായി വെച്ച് തരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പം ആദ്യത്തെ പേടി എന്ന് പറയുന്നത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിന് മെയിനായിട്ടും നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു റോൾ മോഡൽ എന്തായാലും കാണും. ഏതെങ്കിലും ഒരു ഏരിയയിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു റോൾ മോഡലായിട്ട് നമുക്ക് ആരെങ്കിലും കാണും, അല്ലെങ്കിൽ ഇന്നയാളെ പോലെ ആവണം എന്ന് നമുക്കൊരു തോന്നലുണ്ടാവുമല്ലോ. അപ്പോൾ അയാളെ കാര്യമായിട്ട് വാച്ച് ചെയ്യുക. അയാൾ എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് പഠിക്കുക. അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു തുടക്കം ഇടുക. നമുക്കൊരു ഐഡിയ എന്തായാലും കിട്ടും. അത് കഴിയുമ്പോഴത്തേക്കും അവരെ റിസർച്ച് ചെയ്യാനും അവരെ പറ്റി പഠിക്കാനും ഒക്കെ കൂടുതൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനൊരു ഐഡിയ നമുക്ക് കിട്ടും. എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഐഡിയ കിട്ടും. പിന്നെ നമുക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഏരിയ ഓഫ് സെർച്ച് ചെയ്യാനുള്ളൊരു വലിയൊരു ഏരിയ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വേണമെങ്കിലും അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ മെനക്കെടണം. ഇനി അടുത്തൊരു പേടി എന്ന് പറയുന്നത്, നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ഏരിയയിൽ നമുക്ക് എക്സ്പെർട്ടൈസ് ഇല്ല എന്നുള്ളതാണ്. അപ്പം ആഗ്രഹമുണ്ട്, മെനക്കെടാനായിട്ട് റെഡി ആണെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാ കാര്യവും. പിന്നെ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചെയ്ത് തന്നെയാണ് നമുക്ക് അതിലൊരു എക്സ്പെർട്ടൈസ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു മേഖലയിൽ എത്തിപ്പെടണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രെയിനിങ്ങിന് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ മേഖലയിൽ തന്നെ നിങ്ങളൊരു ജോലിക്ക് ശ്രമിക്കാം. അപ്പോൾ അതിൽ നിന്നൊരു എക്സ്പെർട്ടൈസ് നേടിയിട്ട് നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ പഠനം എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. അത് എത്ര പഠിച്ചാലും തീരത്തില്ല. പുതിയ കാര്യങ്ങൾ പുതിയതായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അത് പഠിക്കാനുള്ളൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്. പിന്നെ എങ്ങറ്റം വരെ എത്തിയാലും നമ്മൾ എല്ലാത്തിലും ഫുള്ളി എക്സ്പെർട്ടൈസ് ആണെന്ന് പറയാനും ഒക്കത്തില്ല. ഇപ്പം എൻ്റെ ഒരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ചെറുതാണെങ്കിൽ പോലും അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നിക്കൽ നോഹൗ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു 1-2 മാസം ഇരുന്ന് പുറത്തൊന്നും പോയില്ല, തന്നെ ഇരുന്ന് അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ലെവൽ ആവുന്ന രീതിയിൽ ഞാൻ തന്നെ പഠിച്ചെടുക്കുക ചെയ്തത്. പിന്നെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്ത് അവരുടെ അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് ഞാൻ അതിൽ അത്യാവശ്യം ഒരു എക്സ്പെർട്ടൈസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്തത്. അപ്പം നമ്മൾ ചെയ്ത് വരുമ്പോൾ താനെ എക്സ്പെർട്ടൈസ് ആയിക്കോളും. എല്ലാം പഠിച്ചിട്ട് നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ ചെയ്ത് തന്നെയാണിത് പഠിക്കേണ്ടത്. അപ്പം ആ ഒരു ചിന്ത അങ്ങ് മാറ്റുക. നമുക്ക് അത്യാവശ്യം ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് വെച്ചിട്ട് എല്ലാം അറിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജന്മത്തെങ്ങും നമുക്കൊരു കാര്യം തുടങ്ങാനൊക്കത്തില്ല. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചെടുക്കുക, എന്നിട്ട് അങ്ങ് തുടങ്ങി വെക്കുക. പിന്നെയുള്ളതെന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മളത് 2-3 പേരോട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നാട്ടുകാരായാലും വീട്ടുകാരായാലും നമ്മളോട് ഉപദേശിച്ചങ്ങ് തുടങ്ങും. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്, ഇപ്പം ഇരിക്കുന്ന അവസ്ഥ തന്നെയല്ലേ നല്ലത്, എന്തിനാ വെറുതെ ഈ ഏടാകൂടത്തിനൊക്കെ ചാടുന്നത്, എന്തിനാ വെറുതെ പൈസ കളയാനായിട്ട് പോകുന്നത്, അല്ലേ പറയും അവൾക്ക് തലയ്ക്ക് വട്ടാണ്, ഓരോ പുതിയ കണ്ടുപിടുത്തമായിട്ട് വന്നേക്കുന്നു, പിന്നെ അവൾക്ക് തിന്നിട്ട് എല്ലിനിടെ കുത്തുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള ഡയലോഗുകൾ നിങ്ങൾ കേൾക്കും. അപ്പോൾ ഈ വഴിയെ പോകുന്ന എല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് ഡയലോഗ് അടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പതുക്കനെ ആലോചിക്കും, അയ്യോ ശരിയാണോ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന തെറ്റാണോ,
അല്ല ഇത് സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനും പേടിയൊക്കെ ആയിട്ടങ്ങ് തുടങ്ങും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തുടങ്ങുവാണെങ്കിൽ അത് ആരോടും പറയാതിരിക്കുന്നത് നല്ലത്. തുടങ്ങിയതിന് ശേഷം പറഞ്ഞോ, പക്ഷെ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് ഉപദേശമായിട്ട് വരും. പിന്നെ അതിനകത്തൊരു ഫൺ ഫാക്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപദേശിക്കാൻ വരുന്നവരാരും തന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഇത്തിരി പോലും റിസ്ക് എടുത്തിട്ടുള്ളവരായിരിക്കത്തില്ല. പക്ഷെ ഉപദേശത്തിന് ഒരു കണക്കും കാണത്തില്ല. അത്രയ്ക്ക് അങ്ങോട്ട് ഉപദേശിച്ചങ്ങ് കൊല്ലും. ശരിക്കും നമുക്ക് നമ്മളുടെ ടാലൻറ്റിൽ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്തെ സക്സസ്സും ഫെയിലിയറും ഒന്നും നോക്കണ്ടായില്ല, അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. റിസ്ക് എടുക്കാതെ, ചാൻസ് എടുക്കാതെ നമുക്ക് ഒരു കാര്യവും നേടാനൊക്കത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ കാര്യം ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ്. ഇപ്പം എൻ്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ കുറേ നാൾ IT വർക്ക് ചെയ്തു, പിന്നെ കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് തോന്നി എനിക്കൊരു ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ ബൊട്ടിക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കങ്ങനെ ചെയ്തു തുടങ്ങണം എന്ന് തോന്നിയത്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഞാനത് ചെയ്യണം എന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാവരും ചിരിക്കാനാണ് തുടങ്ങിയത്. പിന്നെ ആരും നിരുത്സാഹപ്പെടുത്തിയില്ല, പക്ഷേ അവർക്ക് എന്നിൽ അങ്ങോട്ട് വിശ്വാസം ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ ഞാൻ തുടങ്ങും എന്ന് പറയുമ്പോഴത്തേക്കും ഇവരെല്ലാം ചിരിയാണ്. അപ്പം ഞാൻ പിന്നെ വേറെ പുറത്ത് ആരോടും പറയാൻ പോയില്ല. നമ്മൾ തുടങ്ങുന്നു എന്നുള്ളത് വീട്ടിൽ പറഞ്ഞു. അപ്പോൾ വീട്ടിലെല്ലാവരും ഇങ്ങനെ ചിരിയോടെ ചിരിയാണ്. ഓ, ഇവള് പുതിയൊരു ഐഡിയ ആയിട്ട് വന്ന് നോക്കുന്നു, ഇവൾക്ക് അങ്ങ് ബിസിനസ്സിൻ്റെ തലയ്ക്ക് പിടിച്ചേക്കുക എന്നൊക്കെ പറഞ്ഞങ്ങ് ഭയങ്കര ചിരിയായിരുന്നു. പക്ഷെ നമ്മളൊന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വീട്ടുകാർ മാത്രമല്ല, നാട്ടുകാരും പിന്നെ ഇതുവരെ പരിചയമില്ലാത്ത ആൾക്കാർ വരെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അതാണ് കാര്യം. നമ്മൾ റിസ്ക് എടുത്തപ്പോഴത്തേക്കും നമുക്ക് സപ്പോർട്ട് ഏതൊക്കെ വഴിയിലാണ് വന്നത്. പക്ഷേ നമ്മൾ തുടങ്ങാൻ നിൽക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഇഷ്ടംപോലെ കാര്യങ്ങൾ പുറകെ വരും. ഡിമോട്ടിവേറ്റ് ചെയ്യാനുള്ള ആൾക്കാർ ഒത്തിരി വരും. നമ്മുടെ വീട്ടുകാർ തന്നെ ചിലപ്പോൾ നമ്മുടെ ഒരു കഴിവിൽ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ നമുക്ക് വിശ്വാസമുണ്ട് നമ്മുടെ ടാലൻറ്റിൽ, അല്ലെങ്കിൽ നമ്മളിത് ചെയ്താൽ ശരിയാവും എന്ന് നമുക്ക് തന്നെ ഒരു തോന്നലുണ്ട്, അല്ലെങ്കിൽ ശരിയാക്കി എടുക്കാം എന്നൊരു തോന്നലുണ്ടെങ്കിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കുക. വെറുതെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കുക. പിന്നെ അതിനകത്ത് കുറേയധികം കാര്യങ്ങളുണ്ട്. ഒത്തിരി ഹൈ റിസ്ക് ആവാതെ ഇരിക്കാൻ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ചിലവ് കുറച്ച് എങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാം. അത് വേറെ കാര്യം. എങ്കിലും അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ പുറമേ നിന്ന് ആൾക്കാർ പറയുന്നതൊന്നും നമ്മൾ വിലയ്ക്ക് എടുക്കരുത്. അപ്പോൾ ഇനി അടുത്ത പേടി എന്ന് പറയുന്നത് ഫണ്ടിങ് ആണ്. നമുക്ക് എന്തായാലും ഒരു മിനിമം ക്യാപിറ്റൽ വേണമല്ലോ. അപ്പോൾ അതൊന്നെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ വേണം. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മളുടെ അടുത്ത ആൾക്കാരുണ്ടല്ലോ, അത് ബന്ധുക്കളാവാം, ഫ്രണ്ട്സ് ആവാം, ആര് വേണേലും ആവാം. അപ്പം അവരുടെ കയ്യിൽ നിന്ന്, ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ബൾക്ക് എമൗണ്ട് മേടിക്കാതെ, വളരെ ഒരാൾക്ക് അധികം എമൗണ്ട് ആണെന്ന് തോന്നാത്ത രീതിയിലുള്ളൊരു എമൗണ്ട് പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. ഇൻട്രസ്റ്റോടെ അല്ല, ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഞാൻ ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞ് തിരിച്ചു തരാമെന്നോ വല്ലതും വെച്ചിട്ട് ഒരു 1000, 2000, 5000 ഒക്കെ വെച്ചിട്ട് ചെറിയ എമൗണ്ടായിട്ട് വാങ്ങിക്കുക. എഴുതി വയ്ക്കണേ, വാങ്ങിക്കുക. എന്നിട്ട് ഇന്ന സമയത്ത് തിരിച്ചു തരാമെന്നുള്ളൊരു കണ്ടീഷനിൽ വാങ്ങിക്കാം. അത് അവരെ സംബന്ധിച്ചിടത്തോളം തീരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. നമുക്ക് ഒരു ബൾക്ക് എമൗണ്ട് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് സീരിയസ്നെസ് കൂടും. കാര്യം എന്നാന്നൊക്കെ പറഞ്ഞിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇതൊരു ട്രൈ ചെയ്യാവുന്നൊരു കാര്യമാണ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറയുന്നത് ഒരിക്കലും ഒരു വലിയൊരു ലോൺ എടുക്കുന്ന കാര്യമല്ല. ലോണിലേക്കൊന്നും പോകാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മൾ വളരെ ചെറിയ രീതിയിൽ തുടങ്ങുക, എങ്ങനെ വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കുക, എന്നിട്ട് പതുക്കനെ പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക. ഇതേ ഉള്ളതിനകത്ത് ചെയ്യാനായിട്ട് ഞാൻ ഈ പറയുന്നത് മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് വീട്ടമ്മമാരോടും അങ്ങനെയുള്ള ചെറിയ സ്മോൾ സ്കെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോടാണ്. അല്ലാതെ നമുക്ക് ലോണിനൊക്കെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. അതിലോട്ടൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഫണ്ടിങ്ങിൻ്റെ കാര്യം, ഫണ്ടൊക്കെ ഉണ്ടാവും. അത് പക്ഷേ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് മാനേജ് ചെയ്യാൻ പഠിച്ചിട്ട് വേണം ഒരു ലോണിലേക്കൊക്കെ കടക്കാൻ. അതുവരെ നമുക്ക് ഉള്ള ചെറിയ എമൗണ്ട് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ബെറ്റർ. പിന്നെ ഇതിനകത്തെ മെയിൻ ഒരു ഫാക്ടർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു.
അപ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ AC റൂമും കറങ്ങുന്ന കസേരയൊന്നും എടുക്കാൻ പോയേക്കരുത്. നമ്മൾ വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ബിസിനസ് വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഇപ്പം എൻ്റെ കേസ് പറയുവാണെങ്കിൽ പിള്ളേർ കുത്തി വരച്ച് ചെളിയൊക്കെ വാരി എറിഞ്ഞ ഒരു മുറിക്കകത്ത് നിന്നിട്ടാണ് ഒരു ഓൺലൈൻ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നെ കാണാൻ ആൾക്കാർ പുറത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു, കസ്റ്റമേഴ്സ് വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കാണുന്നത് ആകപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുന്ന കുറേ ചപ്പും ചവറും മാത്രം ഇരിക്കുന്ന ഒരു മുറിയാണ്. അപ്പോൾ അവരുടെ ഇംപ്രഷൻ പോവുമോ, അപ്പോൾ എൻ്റെ ഇംപ്രഷൻ പോവുമോ, അയ്യോ എനിക്ക് ബിസിനസ് കിട്ടാണ്ട് വരുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. എന്തായിരിക്കും ഇവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇതല്ല. ബൊട്ടിക് എന്നുള്ള പേരും വെച്ചിട്ട് എൻ്റെ വീട്ടിലോട്ടുള്ള വഴിയാണേലും മഹാമോശം. പിന്നെ എൻ്റെ വീടിനകത്തോട്ട് കയറി കഴിഞ്ഞാലും പിള്ളേർ അവിടെ കുത്തി വരച്ചിട്ടേക്കുന്നു. ഞങ്ങളൊരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നേരെ ചൊവ്വേ ഇരിക്കാനൊരു സെറ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 2-3 പ്ലാസ്റ്റിക് കസേരയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബൊട്ടിക് എന്നുള്ള പേരും ഇവർ വരുമ്പോൾ എക്സ്പെക്റ്റേഷനും ഭയങ്കര ഡിഫറെൻ്റാണ്. വീട്ടിൽ എത്തിക്കഴിയുമ്പോഴും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇതിനകത്തെ ഒരു മെയിൻ ഫാക്ടർ എന്നാന്ന് വെച്ചാൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസ്സിലാണ്. നമ്മളുടെ ബിസിനസ്സിൽ ഇവരെന്താണോ ഉദ്ദേശിച്ച് വന്നത്, ഒരു ബൊട്ടിക് ലെവൽ പ്രോഡക്റ്റാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്, ആ ഒരു ടൈപ്പ് ഓഫ് സർവീസാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. അതായത് എൻഡ് റിസൾട്ട് വളരെ മനോഹരമാണ്. ഇവരുദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് ഇവർക്ക് കൊടുക്കുന്നത്. അത് ബാക്കിയുള്ള സാഹചര്യം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടിയോ, പിന്നെ ഇവർക്ക് നല്ല രീതിയിലുള്ളൊരു ഇടപെടലാണോ എന്നിൽ നിന്നുണ്ടായത്, ഇത് മാത്രമായിരിക്കും ഇവർ നോക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പിന്നെയും തിരിച്ച് നമ്മുടെ തന്നെ വരും. ഒരിക്കലും അവർക്കൊരു AC-യോ അല്ലെങ്കിൽ നല്ല ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലം അന്വേഷിച്ചായിരിക്കില്ല അവർ വരുന്നത്. അവർ വരുന്നത് അവർക്ക് ഉദ്ദേശിച്ച രീതിയിലൊരു പ്രോഡക്റ്റ് കിട്ടുക എന്നുള്ളതാണ്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കാര്യം തീർന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ഫണ്ടിങ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സെറ്റപ്പ് ഒന്നും അല്ല നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ കാശ് നമ്മൾ അത്യാവശ്യം ചിലവാക്കുക നമ്മളുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് മാത്രം, അല്ലാതെ നമ്മളെ സെറ്റപ്പ് വലുതാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ കാശെടുത്ത് ചിലവാക്കരുത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ എടുക്കുന്നൊരു എമൗണ്ട് മതിയായിരിക്കും നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പേടിയുടെ ലിസ്റ്റ് ഇനിയും ഒത്തിരി നീളും. അതെല്ലാം കൂടെ കവർ ചെയ്യാനാണെങ്കിൽ ഈ വീഡിയോ പോരാതാവും. അപ്പോൾ സിംപ്ലി സ്റ്റാർട്ട് എന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ സിംപ്ലി സ്റ്റാർട്ട് ചെയ്യുക. നടക്കാൻ തുടങ്ങുന്നൊരു കുഞ്ഞ് വീണാലോ എന്ന് കരുതിയിരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ, എവിടെ എത്തത്തില്ല. അപ്പം വീണ് തന്നെ പഠിക്കണം. വീണ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോഴോ ഓടുമ്പോഴോ എങ്ങാനും വീഴുവാണെങ്കിൽ നേരത്തെ വീണപ്പോൾ എങ്ങനെ എണീറ്റോ ആ ഒരു എക്സ്പീരിയൻസ് നമ്മളെ വീണ്ടും എണീറ്റ് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രമാത്രം. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ലഭിക്കണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം.